Dealing with exercise 3.2. അപ്പോൾ 3.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി സി 3 മെട്രിക്സസ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ 5 കാര്യങ്ങൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ പ്ലസ് ബി. എ പ്ലസ് ബി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, തന്നിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു 2 4 3 2. ഇതാണ് എ തന്നിരിക്കുക. ആൻഡ് ബി തന്നിരിക്കുന്നത് 1 3 -2 5. ദിസ് ഇസ് ബി. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. സി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക. 2 + 1. 2 + 1 is 3. ദെൻ 4 + 4 + 3. 4 + 3 is what? 7. ഇനി 3 + -2. 3 + -2 is what? 1. ഇനി 2 + 5. 2 + 5 is 7. അപ്പോൾ ഇതാണ് എ പ്ലസ് ബി. ഇനി നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് എ മൈനസ് ബി. എ മൈനസ് ബി കണ്ടുപിടിക്കാം. എ മൈനസ് ബി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. 2 - 1. 2 - 1. അടുത്തത് 4 - 3. അടുത്തത് തേർഡ് A21ഉം അടുത്തത് ബിയിലെ A21ഉം കൂടെ 3 - -2, അതായത് 3 + 2 എന്ന് വരും. ദെൻ 4 - 5. സി അപ്പോൾ ഈ എ മൈനസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താവും? 2 - 1 1 ആണ്. 4 - 3 is also 1. 3 + 2 is 5. 2 - 5 is -3. So this is A minus B. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3A - C ആണ്. 3A എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എ വിത്ത് വിച്ച് സ്കെയിലാർ 3. 3 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വി നീഡ് ടു സബ്ട്രാക്ട് സി. ഓക്കെ, സി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3A - C ആണ്. ദാറ്റ് ഇസ് 3 ഇൻറ്റു മെട്രിക്സ് എ. എ എന്ന് പറയുന്ന മെട്രിക്സ് 2 4 3 2 ആയിരുന്നു. മൈനസ് സി എന്ന് പറയുന്നത് -2 5 3 4 ആയിരുന്നു. സോ ദിസ് ഇസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം നമ്മൾ 3 × 2 ചെയ്യും, 6 ആണ്. ദെൻ 3 × 4 12. 3 × 3 9. ദെൻ 3 × 2 6. അപ്പോൾ ആ മെട്രിക്സ് എന്തായിട്ട് മാറും? 6 12 9 6 അല്ലേ? 3A എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 6 12 9 6 മൈനസ് നമ്മുടെ ഈ മെട്രിക്സ് -2 5 3 4 എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ 6 - -2. 6 + 2. 6 + 2 is what? 8. ഇനി 12 - 5. 12 - 5 is 7. Then 9 - 3. 9 - 3 is 6. Then 6 - 4. 6 - 4 is what? 2. So ഇതാണ് 3A - C എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. 2 കേസസ്. ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് എ ബി. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം എ എടുത്തെഴുതുക. 2 4 3 2 ഇൻറ്റു ദ മെട്രിക്സ് ബി 1 3 -2 5. നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 × 1 + 4 × -2 അല്ലേ? ആദ്യത്തെ കോളം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് 2 × 3 + 4 × 5. സോ ഇപ്പോൾ ചെയ്തത് 2 4 എന്ന് പറയുന്ന റോയും 3 5 എന്ന് പറയുന്ന കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3
ഓക്കെ, പ്ലസ് 4 ഇൻറ്റു 5 അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ലെറ്റ് us മൾട്ടിപ്ലൈ ദ സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -2 അതാണ് എഴുതുന്നത്. 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -2. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ എന്താ വരിക? 3 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 5. സോ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 2 ഇൻറ്റു 1 ഇസ് 2, 4 ഇൻറ്റു -2 ഇസ് -8. അപ്പോൾ 2 -8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് -6 അല്ലേ? ഇനി 2 ഇൻറ്റു 3 6 ആണ്, 4 ഇൻറ്റു 5 20 ആണ്. അപ്പോൾ 20 പ്ലസ് 6 ഇസ് 26. അടുത്ത എലമെൻറ്റ് കിട്ടി. ദെൻ 3 ഇൻറ്റു 1 ഇസ് 3 പ്ലസ് 2 ഇൻറ്റു -2 ഇസ് -4. അപ്പോൾ 3 -4. 3 -4 ഇസ് -1. ദെൻ അടുത്ത എലമെൻറ്റ് 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 ഈസ് 9 പ്ലസ് 2 ഇൻറ്റു 5 10. അപ്പോൾ എത്ര വരും നമുക്ക്? 19 എന്ന് കിട്ടും. ദിസ് ഇസ് എ ബി. ഇനി നമുക്ക് ബി എ കാൽക്കുലേറ്റ് ചെയ്യാം. ബി ഇൻറ്റു എ. ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? തിരിച്ചെഴുതിയാൽ മതിയല്ലോ അല്ലേ? 1 3 -2 5 ഇൻറ്റു മെട്രിക്സ് 2 4 3 2. അപ്പോൾ എന്താ വരിക? 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3. നോക്കിക്കേ, 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അടുത്തത് 1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2. 1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ വരിക? -2 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 3. -2 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 3. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ എന്ത് വരും? -2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2. So we will get BA as 2 plus 9 11 വരും. Then 4 plus 6 എത്രയാ? 10 ആണ്. ആൻഡ് ഇവിടെ -2 ഇൻറ്റു 2 is 4 -4 പ്ലസ് 5 ഇൻറ്റു 3 is 15. അപ്പോൾ -4 പ്ലസ് 15 ഇറ്റ് ഇസ് 11. ആൻഡ് ഇവിടെ എന്താ വരുന്നത്? -2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2 -8 പ്ലസ് 10 വിച്ച് ഇസ് 2. സോ BA നമുക്ക് കിട്ടി. അപ്പം 4 കാര്യങ്ങളായിരുന്നു നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഒന്ന് A പ്ലസ് ബി, A മൈനസ് ബി, ദെൻ 3A മൈനസ് സി, AB BA. 4 അല്ല 5 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2-ൽ ഇതുപോലെ തന്നെ 4 പാർട്സ് ഉണ്ട്. നമ്മളിതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. എ ബി മൈനസ് ബി എ, എ ബി ബി എ. ഓക്കെ, see this is the first question. We need to calculate a b minus b a plus a b b a. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണ്? അഡീഷൻ ആണല്ലേ. അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക? ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ആഡഡ്. അപ്പോൾ ഇവിടെ എ പ്ലസ് എ പ്ലസ് എ ഈസ് വാട്ട്? 2a അല്ലേ. ഇനി ബി പ്ലസ് ബി, ബി പ്ലസ് ബി, ബി പ്ലസ് ബി ഈസ് 2b. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ബി പ്ലസ് ബി ആണ്. മൈനസ് ബി പ്ലസ് ബി ഈസ് 0. ദെൻ അഗെയിൻ എ പ്ലസ് എ പ്ലസ് എ ഈസ് അഗെയിൻ ഇറ്റ് ഇസ് 2a. നമ്മുടെ മെട്രിക്സ് ഇതാ ഇങ്ങനെ കിട്ടിയല്ലേ. സോ വാട്ട് ഈസ് ദ ആൻസർ? 2a 2b 0 2a. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ സ്ക്വയർ
പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ മാട്രിക്സിനെ എന്ത് വെച്ച് ആഡ് ചെയ്യണം? 2ab, 2bc, -2ac, -2ab. ഈ മാട്രിക്സ് വെച്ച് ആഡ് ചെയ്യുക. ഇത് കണ്ടോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, അതെന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് എഴുതാമല്ലോ അത്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ദെൻ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2bc, ഇറ്റ് ഈസ് ബി പ്ലസ് സി the whole square. And the next element, a square plus c square minus 2ac, അതെന്താണ്? a minus c the whole square ആണ് അല്ലേ, കാര്യം എന്താ ഇവിടെ മൈനസ് ഉണ്ട്. a minus c the whole square. ഇനി a square plus b square minus 2ab, അതെന്താണ്? a minus b the whole square ആണ് അല്ലേ, a minus b the whole square. ഇതാണ് നമ്മുടെ റിസൾട്ടൻ മാട്രിക്സ് രണ്ടാമത്തെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് അതൊന്ന് എഴുതാം. See, this was the question. -1, 4, -6, 8, 5, 16, 2, 8, 5 plus 12, 7, 6, 8, 0, 5, 3, 2, 4. ഇതെന്ത് ചെയ്യണം? We need to add the corresponding elements. The -1 plus 12 is what? 11. Then 4 plus 7. 4 plus 7 is also what? 11. Then -6 plus 6 is 0. Then 8 plus 8. 8 plus 8 is 16. Then 5 plus 0. 5 plus 0 is 5. Then 16 plus 5. 16 plus 5 is 21. Then 2 plus 3. 2 plus 3 is 6. 8 plus 2. 8 plus 2 is 10. Then 5 plus 4. 5 plus 4 is 9. ഇതാണ് നമ്മുടെ തേർഡ് പാർട്ടിൻ്റെ ആ റിസൾട്ടൻ മെട്രിക്സ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതായിരുന്നു. കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ്. ഈ മെട്രിക്സിനെ എന്ത് വെച്ച് ആഡ് ചെയ്യണം? സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇതും എന്ത് ചെയ്യണം? വി നീഡ് ടു ആഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 1. ആൻഡ് അഗെയിൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് സെയിം തന്നെ 1 ആണ്. ഇനി ഈ എലമെൻറ്റോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, അഗെയിൻ ഇറ്റ് ഇസ് 1. ദെൻ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1. അപ്പോൾ എല്ലാ എലമെൻറ്റും 1 1 1